ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസി മാഗിയാണ് കാണിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ഒരു വ്യത്യാസം, ചപ്പാത്തിയും ദോശയും ഇഡ്ഡലിയും അതുപോലെ തന്നെ ചോറൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ മാഗി. ഞാനിപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ മാഗി വാങ്ങുന്നത്. ഒരു വർഷത്തിലേറെയൊക്കെ ആയി കാണും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഡെയിലിയൊന്നും അത്ര നല്ല സംഭവമല്ല മാഗി കഴിക്കുന്നത്. പിന്നെ മാഗി പൊതുവേ കുട്ടികളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട വിഭവമാണല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് ഇത് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ പകുതി മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഒരു 2-3 ബീൻസ്, അധികമൊന്നും ഇടണ്ട കേട്ടോ വെജിറ്റബിൾസ്. ഇത്രയും മതി. നിങ്ങൾക്ക് ഇനി വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ചേർക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഒന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ക്രഞ്ചി ആയിരിക്കണം, ആ ഒരു രീതിയിലായിരിക്കണം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനൊരു 3-4 മിനിറ്റ് ഇതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഇനി കൂടുതൽ സോഫ്റ്റ് ആക്കണമെങ്കിൽ ആക്കാം. പക്ഷേ ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴാണ് അതിനാ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം ഒരേ കടായിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ കൂടിയിട്ട് വല്ലാതെ ഇങ്ങനെ സോഫ്റ്റ് ആവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ വേവിച്ചെടുത്തത്, ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മാഗി പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡബിൾ പാക്കറ്റ്, അങ്ങനെ 2 പാക്കറ്റാണ്. 12 രൂപയുടെ ഒരു പാക്കറ്റ്, അങ്ങനെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചേർക്കുക, ഒരു 2-3 നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് പച്ചമുളക്, ഇത് ബ്രൗണൊന്നും ആക്കണ്ട കേട്ടോ. ഈ വേഗം ഇതിലേക്ക് ഒരു സവാള ചേർക്കാം, നീളത്തിൽ അരിഞ്ഞത്. കുറേ നേരം ഇട്ടിട്ട് സവാള വഴറ്റേണ്ട ആവശ്യമില്ല, ബ്രൗണൊന്നും ആക്കണ്ട. സവാള ഇങ്ങനെ കൂടുതൽ വഴറ്റാതെ ഒന്നിങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ വഴറ്റണമെങ്കിൽ വഴറ്റാം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ്, അധികം പുളിയില്ലാത്ത ഒരു വലിയ തക്കാളി, നല്ല പഴുത്തതാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വെന്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്, അത് വെന്തിട്ട് ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി ഞാനിപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്, 1/2 ലിറ്റർ വെള്ളം. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ പച്ചക്കറി ചേർക്കുന്ന കാരണം ലേശം കൂടി ഉപ്പ് ചേർക്കാം. മാഗിയിൽ കുറച്ച് ഉപ്പുണ്ട്, അതും കൂടി ചേർത്തിട്ട് തിള വരുമ്പോൾ ഈ മാഗി ഇതിലേക്ക് പൊട്ടിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് അതേപോലെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കുട്ടികളിങ്ങനെ വലിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര അപകടമാണ്. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. മാഗി കുക്ക് ചെയ്യുക അത്രയല്ലേ വേണ്ടു സമയം. ഞാൻ ഇതിലേക്ക് മാഗിയിൽ യൂസ് ചെയ്ത തന്നിട്ടുള്ള അതേ മസാലയാണ് കേട്ടോ ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാഗിയുടെ മസാല ഇഷ്ടമല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. പിന്നെ വെളുത്തുള്ളി വഴറ്റുന്ന സമയത്ത് ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു പട്ടയില ഒക്കെ ചേർക്കാം കേട്ടോ. പിന്നെ അവസാനം കുറച്ച് ഗരം മസാലയും ചേർത്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ മാഗിയുടെ അതേ മസാല ചേർക്കുന്നത്, ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് പിന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത കാരണം കണ്ടില്ലേ, കുറച്ചിങ്ങനെ സോസി ആയിട്ടാണ് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിന് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ കൂടുതൽ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം വറ്റിപ്പോവും. പിന്നെ അത് വല്ലാതെ വെന്തിട്ട് അതൊക്കെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കുമ്പോഴും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിച്ചാൽ മതി. ഇതിലേക്ക് ഇനി ആ വെജിറ്റബിൾസൊക്കെ ചേർക്കുക. വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എത്രയേ ഉള്ളൂ. ഈ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആ സവാള വഴറ്റുമ്പോൾ കൂടെ വഴറ്റാവുന്നതേ ഉള്ളൂ. ഞാനതൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ വഴറ്റിയെടുത്തത്. എല്ലാം കൂടി ഒരു പാനിൽ തന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ മാഗി റെഡിയായി. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്തവർക്ക് ഇതേപോലെ വെജിറ്റബിൾസൊക്കെ ഓവർ കുക്ക് ചെയ്യാതെ വെജിറ്റബിൾസ് ഇതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.
അപ്പോൾ ഇനി നമുക്ക് വേറെ ഈ റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.